ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഓർഗനൈസർ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് മിനി നോട്ട്ബുക്സ് ഇവിടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ടേബിളിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ, അതായത് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ കാണിക്കുന്ന ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പേപ്പർ സ്ട്രോ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ആ ഒരു പേപ്പർ സ്ട്രോ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓർഗനൈസർ ഉണ്ടാക്കുന്നത്. ഇത്രയും ബുക്സ് നമുക്ക് എല്ലാതും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേപ്പർ സ്ട്രോ വേണം. സ്ട്രോ ഇല്ലാത്തവർ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ സാധാ പേപ്പറോ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കാർഡ്ബോർഡിന്റെ ഒരു ബോക്സ്. പിന്നെ ചെയ്യേണ്ടത് അതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പൊ ഞാൻ ആദ്യം ഉള്ളിൽക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പീസ് ഞാൻ ഉള്ളിൽക്കാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ഡിവൈഡർ പോലെ വെക്കാനാണ്. അപ്പോൾ ഉള്ളിലത്തെ ഒരു അളവ് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഉള്ളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് കവർ ചെയ്യേണ്ട, ഉള്ളിൽ മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രോ എടുത്തിട്ട് നമ്മളെ ബോക്സിന്റെ ആ സൈസിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കുറച്ചധികം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സ്ട്രോ ഒട്ടിക്കുന്ന സമയത്ത് 4 സൈഡിലും കുറച്ച് വലുത് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെറുതൊന്ന് ഒട്ടിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഇത്രയും സ്ട്രോസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നിരത്തി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ കുറച്ചധികം തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടൂല. ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ പിന്നെയും വലിയ സ്ട്രോ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ദാ നമ്മൾ 2 സൈഡിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 4 സൈഡിലും നമ്മൾ കുറച്ച് വലിയ സ്ട്രോ ആണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഈ സൈഡിൽ ഒട്ടിക്കുമ്പോഴും ഈ സൈഡിൽ ഒട്ടിക്കുമ്പോഴും നമ്മൾ വലിയ സ്ട്രോ ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഇത്രയും ബുക്കൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 സൈഡിലും ഇതുപോലെ സ്ട്രോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു സൈഡും ഇതുപോലെ കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോ ഫുള്ളായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഫുള്ള് സ്ട്രോ കയ്യിൽ പോരും. അപ്പോൾ ആദ്യം ഞാൻ പെയിന്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വൈറ്റ് കളറിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബുക്സും സ്റ്റിക്കി നോട്ടും അതുപോലെ തന്നെ ടു ഡു ബുക്ക് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത്ര നാൾ തന്നെ ഡെസ്കുമേലായിരുന്നു ഇരുന്നിരുന്നത്, ഇപ്പോഴാണ് ഇതിനൊരു സ്ഥലം കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിന്റെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.